ഈ ടോപ്പിക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജോലി തന്നെയാണ്. ഞാനൊരു സൈബർ ഫോറൻസിക് കൺസൾട്ടൻ്റാണ്. ഇത് എസെൻസിൽ എൻ്റെ മൂന്നാമത്തെ പ്രോഗ്രാമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മൂന്നാമത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ എനിവേ ഈ പ്രോഗ്രാമിന് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് എസെൻസ് തൃശ്ശൂർ ഗ്രൂപ്പിന് എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളും പ്രതിരോധവും നല്ല രസമുള്ള ടോപ്പിക്കാണ്, കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. പക്ഷേ ദ തിങ് ഈസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അത്രയും രസം തോന്നിയെന്ന് വരില്ല, കുറച്ചധികം രസം കുറയാം. കാരണം ഈ ടോപ്പിക്ക് ഇന്ന് ചൂസ് ചെയ്യാനുള്ള റീസൺ മനുഷ്യൻ തന്നെയാണ്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്നൊരു ഡൊമൈൻ അല്ലെങ്കിൽ സൈബർ സുരക്ഷ എന്നൊക്കെ പറയുന്നതിനകത്ത് നമ്മൾ എത്ര കമ്പ്യൂട്ടറുകൾ, ഇപ്പോൾ എനിക്ക് തൊട്ട് മുമ്പ് ഉള്ള പ്രസൻറ്റേഷനിൽ AI പറ്റി പറഞ്ഞു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി പറഞ്ഞു, കമ്പ്യൂട്ടേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സ്, AI, ബാക്കിയുള്ള സോഫ്റ്റ്വെയർസ് ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതിലെല്ലാം ഈവൻ തോ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിലെല്ലാം ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിൽ, ഒരു സെക്യൂരിറ്റി എന്നൊരു പെർസ്പെക്റ്റീവിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ലിങ്ക് എന്ന് പറയുന്നത് മനുഷ്യനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ വീക്കസ്റ്റ് ലിങ്ക് ഇൻ ദ സെക്യൂരിറ്റി ചെയിൻ ഈസ് ഹ്യൂമൻസ്. മനുഷ്യനാണ് ഏറ്റവും വീക്കസ്റ്റ്. കാരണം എന്താണെന്നറിയോ? കാരണം വളരെ സിമ്പിളാണ്. നമ്മളെല്ലാം നല്ല ആൾക്കാരാണ്. വിശ്വസിക്കാൻ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും നല്ല ആൾക്കാരാണ്. ഞാൻ അത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം മറ്റുള്ളവരിലെ നല്ലത് മാത്രം കാണാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളിൽ ഇത്രയും പേരെ കാണുന്നു, ഏകദേശം ഒരു 100 പേരോളം ഉണ്ടാവും എന്ന് വിശ്വസിക്കാം. സോ ഈ 100 പേരോളം ഉണ്ടായിട്ട് ഞാൻ നിങ്ങളിൽ 100 പേരിൽ അല്ലെങ്കിൽ ഒരാളോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ അയാളുടെ നല്ല വശങ്ങളെ പറ്റിയാണ് ആദ്യം ശ്രദ്ധിക്കുക. അയാൾ നല്ല രീതിയിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അയാൾ നല്ല രീതിയിൽ പെരുമാറുന്നു, അല്ലെങ്കിൽ അയാൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അയാളെ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡിനെ പറ്റിയാണ് ചിന്തിക്കുക. അതിന് പകരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെപ്പോഴും ഒരാളെ കാണുമ്പോൾ ആദ്യം അയാളുടെ നെഗറ്റീവ് സൈഡിനെ പറ്റി ചിന്തിക്കുമോ? നമ്മൾ അയാളുടെ നെഗറ്റീവ് സൈഡിനെ പറ്റി എന്ന് പറയുമ്പോൾ അയാളെ കാണുമ്പോൾ തന്നെ അയാൾ കൊള്ളില്ല, ഇയാൾ മോശമാണ്, ഇത്ര മോശപ്പെട്ടൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാറില്ലല്ലോ ഫസ്റ്റ് ലുക്കിൽ. ചിലപ്പോൾ പിന്നീട് സംസാരിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മളങ്ങനെ ചിന്തിച്ചേക്കും. എന്നാലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല കാര്യങ്ങളെ പറ്റിയാണ്, അത് അയാളുടെ ബെസ്റ്റിനെ പറ്റിയാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നമ്മൾ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ള, മനുഷ്യരിൽ മറ്റൊരാളെ നമ്മളെപ്പോഴും ട്രസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരാളെ കണ്ടു, പരിചയപ്പെട്ടു, നമ്മൾ അയാളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ചിലപ്പോൾ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അയാളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മളൊരാളെ വിശ്വസിക്കാനുള്ള സാധ്യത കൂടുതൽ, നമ്മളൊരാളെ ട്രസ്റ്റ് ചെയ്യാനുള്ള സാധ്യത, അതൊരു ബൈ നേച്ചർ നമ്മൾ അങ്ങനെയാണ്, ഹ്യൂമൻസ് അങ്ങനെയാണ്. നമ്മളെപ്പോഴും മറ്റൊരാളെ വിശ്വസിക്കാനും മറ്റൊരാളോട് സംസാരിക്കാൻ മറ്റൊരാളോട് പെരുമാറുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു ശീലമുണ്ട്, നമുക്ക് ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ നമ്മളെപ്പോഴും അപ്ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മളെപ്പോഴും മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കും. ഇതുകൊണ്ട് തന്നെ വളരെ വലിയ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ സൈബർ ക്രൈം അല്ലെങ്കിൽ സൈബർ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്, സൈബർ ക്രൈംസ് വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെ കമ്പ്യൂട്ടറിലും ഫോണിലും കൂടെ ഒക്കെ നടക്കുന്ന പല എന്താ പറയുക ക്രൈംസ്, സിമ്പിൾ, അത്രേ ഉള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഈ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ പ്രസൻറ്റേഷനിൽ എന്തിന് ഈ ടോപ്പിക് എടുത്തിട്ടെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിക്ടിംസ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിക്ടിംസ് നമ്മൾ ഇന്ത്യ മുഴുവനുള്ള ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിക്ടിംസ് ഉള്ളത്. ഞാൻ എൻ്റെ പ്രീവിയസ് പ്രസൻറ്റേഷനിൽ, എൻ്റെ തൊട്ട് മുമ്പുള്ള പ്രസൻറ്റേഷൻ എനിക്ക് തോന്നുന്നു തൊടുപുഴ എസൻസ് സംഘടിപ്പിച്ച പരിപാടിയിൽ നുണക്കഥകളുടെ ലോകം എന്നൊരു പ്രസൻറ്റേഷനാണ്. ഈ നുണക്കഥകളുടെ ലോകം എന്ന പ്രസൻറ്റേഷനിൽ ഞാൻ അന്ന് കുറച്ച് കണക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ നടക്കുന്ന സൈബർ ക്രൈംസ് ഒക്കെ. അപ്പോൾ അന്നത്തെ കണക്കും ഇന്നത്തെ ഈ ദിവസം ഇന്ന് ഞാൻ ഈ പ്രസൻറ്റ് ചെയ്യുന്ന കണക്കുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അത് ക്വാഡ്രപ്പിൾഡ് ആയിട്ടുണ്ട്. അതായത് ട്വൈസ് അല്ല, ട്രൈസ് അല്ല, ക്വാഡ്രപ്പിൾഡ് ആയിട്ടുണ്ട്. അത്രയധികം കൂടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ആ കണക്കുകളിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 2024 കണക്കുകൾ, ദ ഹിന്ദു പേപ്പർ റിപ്പോർട്ട് ചെയ്ത കണക്കുകളാണ്. ഹിന്ദു പേപ്പറിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2024 കണക്കുകൾ വെച്ചിട്ട് കേരളത്തിൽ 41,426 സൈബർ ക്രൈമുകൾ നടന്നിട്ടുണ്ട്. 41,426 സൈബർ ക്രൈമുകളാണ് നടന്നിട്ടുള്ളത്. 41,426 സൈബർ ക്രൈം വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നഷ്ടപ്പെട്ട പണം എത്രയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 763 കോടി രൂപയാണ്. 763 കോടി രൂപ കഴിഞ്ഞ വർഷം 2024 കേരളം എന്ന സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സൈബർ ക്രൈമുകളിൽ കൂടിയാണ്. 763 കോടി എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ടാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതിൽ
ഞാൻ കഴിഞ്ഞ എൻ്റെ പ്രസൻറ്റേഷനിലും പറഞ്ഞൊരു കാര്യമാണ്, പ്രബുദ്ധരായ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് മറ്റുള്ളവരെ വിശ്വസിക്കുകയും അത് വെച്ച് തട്ടിപ്പിൽ പെട്ടുപോവുകയും സംഭവിക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, അന്നത്തെ എൻ്റെ പ്രസൻറ്റേഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ശരിക്കും ഞാൻ അന്ന് ആ പ്രസൻറ്റേഷനിൽ യൂട്യൂബിൽ ഞാൻ പിന്നീട് ആ വീഡിയോ എടുത്ത് കണ്ടപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റിൽ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരാൾ മെൻഷൻ ചെയ്തിരുന്നു, മലയാളികളെ മണ്ടന്മാരെന്നല്ലേ നിങ്ങൾ വിളിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. ഞാൻ ശരിക്കും ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. കാരണം അന്ന് കേരളത്തിൻ്റെ നഷ്ടം ഏകദേശം 200 to 300 കോടി രൂപയായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ നഷ്ടം, കഴിഞ്ഞ ഒരു വർഷത്തിലെ നഷ്ടം ഏകദേശം 400 കോടി രൂപയോളം കൂടി 763 കോടി രൂപയോളമായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും കേരളത്തിലുള്ള ഒരു പ്രബുദ്ധരായിട്ടോ വളരെയധികം എന്താ പറയുക 100% ലിറ്ററസിയൊക്കെ ഉള്ളതുകൊണ്ട് 763 കോടി രൂപ നഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സിമ്പിൾ. ഞാനൊരിക്കലും പറയുന്നത് മലയാളികൾ മുഴുവൻ അങ്ങനെയാണെന്നല്ല, പക്ഷേ ഭൂരിഭാഗം അങ്ങനെയാണ്. ഭൂരിഭാഗം അങ്ങനെ ആയതുകൊണ്ടാണ് ഈ കണക്കുകൾ ഇങ്ങനെ. അത് 763 കോടി രൂപയോളം നഷ്ടം ഈ സംസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹിന്ദു പേപ്പറിൻ്റെ റിപ്പോർട്ടിംഗ് ആണ്. ഈ റിപ്പോർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം കൂടെ കാണാം. ഏറ്റവും താഴെ എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ 2023 വന്ന കംപ്ലൈൻറ്റുകളുടെ ഒരു എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. 23,748 പരാതികളാണ് 2023 വന്നത്. 23,000 കംപ്ലൈൻറ്റാണ് 2023. അത് 2024 ആയപ്പോഴത്തേക്കും 41,000 കംപ്ലൈൻറ്റുകളിലേക്ക് മാറി. 23,000-ൽ നിന്ന് 41,000-ലേക്കുള്ള വളർച്ച എത്രത്തോളം വലുതാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. നേരെ ഇരട്ടിയാവണം ചെയ്തത് കംപ്ലൈൻറ്റുകളുടെ എണ്ണം. അങ്ങനെ കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 2023 201 കോടി രൂപയാണ് സംസ്ഥാനത്തിന് നഷ്ടമുണ്ടായി. 201 കോടി രൂപ 2023 സൈബർ ക്രൈമുകൾ പ്രകാരം സംസ്ഥാനത്തിന് നഷ്ടമുണ്ട്. 2024 ആയപ്പോഴോ അത് 763 കോടി രൂപയിലേക്ക് മാറി. ഏകദേശം 500 കോടിയോളം രൂപയുടെ നഷ്ടം അധികം ഉണ്ടാവുകയാണ് ശരിക്കും ഈ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ പ്രബുദ്ധതയെപ്പറ്റി എനിക്ക് നല്ല സംശയമുണ്ട്. ഒരുപാട് പ്രബുദ്ധതയുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു സൈബർ സുരക്ഷാ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിൽ കൂടെ നോക്കുമ്പോൾ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമ്മളുടെ സാക്ഷരത കൊണ്ട് നമുക്ക് ശരിക്കും പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതാണ് ഇപ്പോഴത്തെ നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ. 763 കോടി രൂപയോളം നഷ്ടം, ഏകദേശം ഒരു ദിവസം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഒരു ദിവസം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്കിതിലേക്കുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇമ്പോർട്ടൻ്റ് ആവണമെന്ന് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഇത്രയും പേരും വിക്ടിംസ് ആവാനുള്ള, നിങ്ങൾ ഇത്രയും പേരും ഇതിൽ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരിക്കലും പ്രതീക്ഷിക്കരുത് നമ്മൾ ഒരുപാട് പൈസ ഉള്ള ആൾക്കാർ മാത്രം, അല്ലെങ്കിൽ ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇതിൽ പെടുള്ളൂ എന്ന് കരുതരുത്. കയ്യിലൊന്നും ഇല്ലാത്തവനെ ഇതിൽ പെടാറുണ്ട്. കഴിഞ്ഞ വർഷം സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ, ഈ വർഷം സംഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണക്കുകളിലേക്കും കുറച്ച് വാർത്തകളിലേക്കും ഒക്കെ നമുക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. അതിന് മുമ്പ് ഏതൊക്കെ തരത്തിലാണ് ഈ ക്രൈമുകൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ക്രൈമുകളാണ് ശരിക്കും ഇതിലുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഓൺലൈൻ ഫ്രോഡുകൾ, സ്കാമുകൾ. ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഈ ലോൺ സ്കാമുകൾ, ലോൺ ഉപയോഗിച്ചിട്ടുള്ള സ്കാമുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ലോട്ടറി സ്കാംസ്, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലോട്ടറി സ്കാംസ് നടക്കാറുണ്ട്. ജോബ് ഫ്രോഡുകൾ, നിങ്ങൾക്ക് ജോലി തരാം എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുക. പിന്നെ അതുപോലെ ഫേക്ക് ആയിട്ടുള്ള ഷോപ്പിംഗ് വെബ്സൈറ്റുകളിൽ കൂടെ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് എടുക്കുക, അങ്ങനെ നമ്മളെ പറ്റിക്കുക. പിന്നെ അതേപോലെ UPI, വളരെയധികം ഉപയോഗപ്രദമായൊരു സാധനമാണ് UPI എന്ന് പറഞ്ഞാൽ. ഈ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യുന്ന സാധനമാണ്. പക്ഷേ അത്രയധികം ഉപയോഗം ഉണ്ടെങ്കിൽ പോലും അത് ത്രൂവും ഒരുപാട് സ്കാമുകൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള ക്രൈമുകൾ, സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈമുകൾ. പിന്നെ വൈറസുകൾ നമ്മളുടെ ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ കൂടെ നമ്മളുടെ പൈസ തട്ടുക. ഇങ്ങനെ ഈ നമ്പർ ഇട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ദ ലിസ്റ്റ് വിൽ ബി വെരി ലോങ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു വാർത്തയിലേക്ക് നമുക്കൊന്ന് പോകാം. ഇത് വളരെ ചെറിയൊരു പ്രസൻറ്റേഷനാണ്. ഞാൻ ഈ പ്രസൻറ്റേഷൻ അവസാനം കൂടുതൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ചോദ്യങ്ങളും അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളതും കൂടെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചോദ്യങ്ങളും കൂടെ ഞാൻ കുറച്ചുകൂടെ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് മാക്സിമം നിങ്ങൾ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനും ശ്രമിക്കാം. എനിവേ, ആദ്യത്തെ ഒരു കണക്കിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ആദ്യത്തെ ഒരു ന്യൂസ്. ഇത് തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവമാണ്. ഇത് നടന്നിട്ട് അധിക സമയമൊന്നും ആയിട്ടില്ല. ഇത് 8 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി 15 ഫെബ്രുവരി 15, ഇന്ന് ഫെബ്രുവരി 23 ഇത് ഫെബ്രുവരി 15 നടന്നൊരു സംഭവമാണ്. 21 നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും വിർച്വൽ അറസ്റ്റ്, അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിർച്വൽ അറസ്റ്റ്? ഇപ്പോൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ നമ്മൾ ഫോണിൽ വിളിക്കുമ്പോഴൊക്കെ, പണ്ട് കോവിഡിൻ്റെ സമയത്ത് നമുക്ക് ഒരു വാർണിംഗ് തരുന്ന പോലെ തന്നെ ഇപ്പോഴും ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന ഈ വിർച്വൽ അറസ്റ്റിൻ്റെ കാര്യമാണ്. ഇത് വളരെ കോമൺ ആയിട്ടുണ്ട് എന്ന് ശരിക്കും പറഞ്ഞാൽ. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫെബ്രുവരി 15 നടന്നതാണ്. ഇത്
തിരുവനന്തപുരത്ത്, അദ്ദേഹത്തിൻ്റെ പേരിവിടെ മെൻഷൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എനിവേ 21 ദിവസം ഒരാളെ വിർച്വൽ അറസ്റ്റിൽ നിർത്തിയെന്നാണ്. 21 ദിവസം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ വിർച്വൽ അറസ്റ്റിൻ്റെ പരിപാടി നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും കോൾ വന്നിട്ടുണ്ടോ ഇതുവരെ? വിർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിവൻ ആർക്കും വന്നിട്ടില്ല? ഭാഗ്യവാന്മാർ, വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾ വിളിച്ചിട്ട് മറ്റേ പോലീസിൻ്റെ യൂണിഫോം ഒക്കെ ഇട്ടിട്ടായിരിക്കും അയാൾ നമ്മളെ വിളിക്കുക. പോലീസിൻ്റെ യൂണിഫോം ഒക്കെ ഇട്ട് വിളിച്ചിട്ട് അയാൾ നമ്മളോട് പറയും, നിങ്ങളുടെ പേരിൽ ഒരു ഇല്ലീഗലായിട്ടുള്ള പാക്കേജ് വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാണ്. നിങ്ങളെ ഫിസിക്കലി ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങളിപ്പോൾ വിർച്വലി അറസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന റൂമിൽ നിന്ന് വിട്ട് പുറത്തെവിടെയും പോകാൻ പാടില്ല, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് അവിടെ ഇരിക്കാൻ പറയും. ഇതൊരു പോലീസിൻ്റെ യൂണിഫോം ഒക്കെ ഇട്ട് ഒരാളാണ് വിളിക്കുന്നതെന്ന് പറയുന്നതൊക്കെ. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭൂരിഭാഗം വിശ്വസിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ ഇരുന്നേക്കെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. അങ്ങനെ 21 ദിവസം ഇരുന്നു ഈ മനുഷ്യൻ. 21 ദിവസം ആ വീട്ടിൽ തന്നെ ഇരുന്നു. 21 ദിവസം ആ റൂമിൽ തന്നെ ഇരുന്നു എന്നുള്ളതാണ് സത്യം. ഈ 21 ദിവസം അവിടെ ഇരുന്നിട്ട് 21 ദിവസം അവിടെ പുള്ളിയെ വെറുതെ ഇരുത്തുക മാത്രമല്ല ചെയ്തത്, പുള്ളിയുടെ വീടും വസ്തുവും വിപ്പിച്ച് ഏകദേശം 1.84 കോടി ഇവർ തട്ടിയെടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കണം. 1.84 കോടി, 2 കോടി രൂപയ്ക്ക് അടുത്ത് ഇയാളുടെ നിന്ന് മേടിച്ചു. ഇയാളുടെ പൈസയുള്ള ആളാണെങ്കിൽ വേണ്ടില്ല, ഇയാളുടെ ഒരു 500 കോടി സ്വത്തുണ്ട്, അതിൽ നിന്നൊരു 2 കോടിയാണെങ്കിൽ വിഷയമില്ല, നമ്മുടെ കായംകുളം കൊച്ചിനോട് ഒരു ലൈനാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതങ്ങനെയല്ല, പുള്ളിയുടെ വീടും വസ്തുവും വിറ്റ് ആ പൈസയാണ് ഇവന്മാർ മേടിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇത് തിരുവനന്തപുരത്ത് വെറും ആഴ്ചകൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. ഫെബ്രുവരി 15 റിപ്പോർട്ട് ചെയ്ത ന്യൂസാണ്. ഫെബ്രുവരി 15 എന്ന് പറയുമ്പോൾ 21 ദിവസത്തെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ജാനുവരിയിൽ തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ എന്നിട്ട് ഇദ്ദേഹത്തിന് ഇത് മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. ഇദ്ദേഹം ആ അറസ്റ്റ് സത്യമാണ് എന്ന് വിശ്വസിച്ച് അദ്ദേഹം ആ റൂമിൽ തന്നെ ഇരുന്നു. അവസാനം അദ്ദേഹം ഒരു അഭിഭാഷകനെ കോൺടാക്ട് ചെയ്തു. ആ അഭിഭാഷകൻ പറഞ്ഞതിന് ശേഷമാണ് പുള്ളി ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 21 ദിവസം ആ അഭിഭാഷകനെ അന്നും കണ്ടില്ല, അയാൾ ഇപ്പോഴും റൂമിൽ ഇരിക്കുകയായിരിക്കും. ഇതാണ് പ്രശ്നം. ഇത് വെറും ആഴ്ചകൾക്ക് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലത്തെ ന്യൂസുകൾ, ഇങ്ങനത്തെ ന്യൂസുകളല്ല, ഇങ്ങനത്തെ കേസുകളും പലതും ഞാൻ ദിവസവും കാണുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുമെന്ന് ഞാൻ ആദ്യം ഈ കാര്യങ്ങളൊക്കെ, ഞാനൊരു ഫോറൻസിക് സൈഡിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യമൊക്കെ ഈ കേസുകൾ കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു, ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പറ്റുമോ? ഇത്രയൊക്കെ ഇത് നമുക്ക് കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യത്തിൽ നമ്മളെപ്പോഴും ചിന്തിക്കും. പക്ഷേ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രവിചന്ദ്രൻ സാറിൻ്റെ പഴയ കുറച്ച് പ്രസൻറ്റേഷൻസിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ കൊപ്പെ എന്നൊരു കോൺസെപ്റ്റിനെ പറ്റി പറയാറുണ്ട്. കൊതിയും പേടിപ്പിക്കൽ എന്ന് പറയുന്നത് രവീന്ദ്രൻ സാറിൻ്റെ പഴയ പ്രസൻറ്റേഷൻസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ കൊപ്പെ അല്ലെങ്കിൽ കൊതിയും പേടിപ്പിക്കൽ എന്ന് പറയും. അപ്പോൾ മനുഷ്യനെ പേടിപ്പിച്ചിട്ട് ആ പേടിയിൽ നിന്ന് പൈസ കിട്ടുക എന്നുള്ളതാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പോലീസിൻ്റെ യൂണിഫോം ഒക്കെ ഇട്ട് ഒരാൾ വിളിക്കുമ്പോൾ ആരായാലും ഒന്ന് പേടിക്കും. അപ്പോൾ ആ പേടിയിൽ നിന്ന് നിങ്ങൾ അങ്ങനെ ഒരു കേസിൽ പെട്ടു, നിങ്ങൾ ഇങ്ങനെ ഒരു കേസിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ നിന്ന് ഈ പറയുന്ന പൈസ കിട്ടുന്നത് ഏകദേശം 2 കോടി രൂപ. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഇത് കഴിഞ്ഞ വർഷം നടന്നൊരു കേസിലും ഇതേപോലെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2-3 കോടി രൂപയോളം, 2-3 കോടിയിൽ ഏകദേശം 84-85 ലക്ഷത്തോളം രൂപ മലപ്പുറത്തുള്ള ഒരു ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ന്യൂസ് എൻ്റെ പഴയ പ്രസൻറ്റേഷനിൽ യൂട്യൂബിൽ കിടപ്പുണ്ടാവും. അപ്പോൾ അതും ഇതേപോലെ തന്നെയാണ്. അത് നിങ്ങളുടെ പേരിലൊരു ഫേക്ക് ആയിട്ടുള്ള പാക്കേജ് വന്നു, അതിനകത്ത് കൊക്കൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേസ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈക്കൂലി തരണം. കൈക്കൂലിയായിട്ട് നിങ്ങൾ 2 ലക്ഷം തരണം, 3 ലക്ഷം തരണം എന്നൊക്കെ പറഞ്ഞ് ഒരു വർഷക്കാലത്തോളം 2022 തൊട്ട് 2023 വരെയുള്ള ഒരു വർഷക്കാലത്തോളം ഇവരെ പല ഡിപ്പാർട്ട്മെൻറ്റുകളെന്ന പേരിൽ വിളിച്ച്, GST ഡിപ്പാർട്ട്മെൻറ്റ്, കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ്, NIA, CBI, അങ്ങനെ ഇവരെ വിളിക്കാത്ത ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇവരെ വിളിച്ച് പല സമയത്തായിട്ട് 84 ലക്ഷത്തോളം രൂപ അവർ നാട്ടുകാരുടെ നിന്ന് കടം മേടിച്ചു, വീട് വിറ്റു, കയ്യിലുള്ള സ്വർണം വിറ്റു, ഇതെല്ലാം വിറ്റ് കൈക്കൂലി കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു വർഷത്തോളം കാലത്തിൽ കൈക്കൂലി കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ 84 ലക്ഷം രൂപ പറ്റിച്ചു. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കേസ്. ഏകദേശം 2 കോടി രൂപയോളം ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാനുണ്ടായി. ഇപ്പോൾ ഈ ന്യൂസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, വീട് പണയം വെച്ചും വായ്പ എടുത്തുമാണ് പണം നൽകിയതെന്ന് കാണാം. ഒന്ന് ആലോചിച്ച് നോക്കണം, വീട് പണയം വെച്ചും വായ്പ എടുത്തും ഇയാൾ. അപ്പോൾ അയാളുടെ കയ്യിൽ പൈസ ഉള്ള ആളല്ല. അപ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമല്ല നിങ്ങളെ ടാർഗറ്റ് ചെയ്യുക, പൈസ ഇല്ലെങ്കിലും ടാർഗറ്റ് ചെയ്യും. നിങ്ങളുടെ എങ്ങനെയെങ്കിലും പൈസ മേടിച്ചെടുക്കുക എന്നുള്ള മാത്രമാണ് ഈ സൈബർ ക്രിമിനൽസിൻ്റെ ഉദ്ദേശം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു അഡ്വക്കേറ്റ് പറയുന്നുണ്ട് താൻ ഇടപെട്ട ശേഷമാണ് തട്ടിപ്പ് എന്നതെന്ന് പറയാം. അത് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഈ പറയുന്ന ഈ വിർച്വൽ അറസ്റ്റ് ചെയ്യുന്ന ആളെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടാണ് അയാൾ പുറത്തു വന്നത്. ഇത് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കേസാണ്. ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്ത് നടന്ന ഒരു കേസാണ്. ഇതേപോലുള്ള കേസുകളാണ് ശരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് കേസുകളെ ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മറ്റൊരു കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോണുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കേസുണ്ട്. ലോണുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിലേക്ക് നമുക്ക് നോക്കാം. കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ, KFC. അപ്പോൾ കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ്റെ പേരിൽ നടന്നൊരു തട്ടിപ്പാണ്.
ഇതെന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ പലിശയില്ലാതെ വായ്പ തരാം എന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചൊരു കേസാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്കൊരാൾ 30 ലക്ഷം രൂപ ലോൺ തരാമെന്ന് പറയുന്നു. 30 ലക്ഷം രൂപ. ഈ 30 ലക്ഷം രൂപ ലോൺ തരുന്നതിന് അവർ പറയുന്നു നിങ്ങൾ പലിശ ഒന്നും തരണ്ട എന്ന് പറയുന്നു. നിങ്ങളിൽ എത്ര പേരാ ലോൺ എടുക്കും? ആരും എടുക്കില്ല. ഞാനാണെങ്കിൽ എടുക്കും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒരാളെടുക്കും, പിന്നെ ആരൊക്കെ എടുക്കും? ആരും എടുക്കില്ലേ? 30 ലക്ഷം രൂപ പലിശ ഇല്ലാണ്ട് ലോൺ തരാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും ഈ പറഞ്ഞ പരിപാടി ഇത് ഒരുപാട് നാളുകളൊന്നും ആയിട്ടില്ല കേട്ടോ. ഈ ന്യൂസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ന്യൂസിൻ്റെ ഒരു ടൈം ലൈൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫെബ്രുവരി 22 വിച്ച് ഈസ് യെസ്റ്റർഡേ, ഇന്നലത്തെ ദിവസത്തെ ന്യൂസാണ്. ഇന്നലെ റിപ്പോർട്ട് ചെയ്തൊരു ന്യൂസാണ്. ഫെബ്രുവരി 22 കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ്റെ പേരിൽ, ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ്റെ പേരിൽ പലിശരഹിത വായ്പ, അതും ചെറിയ എമൗണ്ട് അല്ലാന്ന് ആലോചിക്കണം, 30 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് പലിശ ഇല്ലാണ്ട് വായ്പ തരാമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കോൺടാക്ട്. ഇതൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട്, ഈ ഫേസ്ബുക്ക് പേജിൽ കൂടെയാണ് ഇവർ ഈ പറയുന്ന തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് സത്യം. ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് അതിൽ കൂടെയാണ് ഈ തട്ടിപ്പുകൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഫേസ്ബുക്ക് പേജിൽ കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ലോഗോ, കവർ ഇമേജ് ഇതൊക്കെ വെച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടു, നിങ്ങൾക്ക് ലോൺ തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ലോൺ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാർ എന്ത് ചെയ്തു? ലോൺ കിട്ടുമല്ലോ, 10 ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് എത്രയാണെന്നുള്ള. ഏകദേശം 1 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയുള്ള വായ്പകളാണ് കൊടുക്കാമെന്ന് പറഞ്ഞു. 1 മുതൽ 50 ലക്ഷം രൂപ വരെ. അപ്പോൾ ആൾക്കാർ വിളിച്ചു. സ്വാഭാവികമായിട്ടും 10-20 ലക്ഷം രൂപ വായ്പ ഇല്ലാണ്ട്, പലിശ ഇല്ലാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ, പലിശ കൊടുക്കണ്ടല്ലോ, ഒരുപാട് പൈസ ലാഭിക്കാം. ഇപ്പോൾ നോർമലി ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ പോലും ഒരു 12% മിനിമം പലിശ കൊടുക്കണം. അപ്പോൾ അത്രയും പോലും കൊടുക്കണ്ടല്ലോ. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു? വിളിച്ചു. ശരി, എനിക്കൊരു 20 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ വിളിച്ചു. വാട്ട് ഹാപ്പൻഡ് ഈസ്, സ്വാഭാവികമായിട്ട് എല്ലാ ലോണുകൾക്കും നിങ്ങൾക്കുള്ളവരെ, നിങ്ങൾ ലോൺ എടുത്തിട്ടുള്ള ആൾക്കാർക്കറിയാം, എല്ലാ ലോണുകൾക്കും ഒരു പ്രോസസ്സിങ് ഫീ ഉണ്ട്. എല്ലാ ലോണുകളും നിങ്ങൾക്ക് ഡിസ്ബേഴ്സ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു പ്രോസസ്സിങ് ഫീ, എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 2% ഒരു 1 to 2% ഒരു പ്രോസസ്സിങ് ഫീ പിടിക്കും. അപ്പോൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് 20 ലക്ഷം രൂപ തരാം, അതിനൊരു 2% പ്രോസസ്സിങ് ഫീ ആയിട്ട് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം ലോണിന് പ്രോസസ്സിങ് ഫീ ഉള്ളതാണ്. ഇവരെന്ത് ചെയ്തു? പൈസ അയച്ചു കൊടുത്തു. അപ്പോൾ ലെറ്റ്സ് കൺസിഡർ ഒരു 20,000 രൂപയാണ് പ്രോസസ്സിങ് ഫീ എന്ന് അവർ മേടിച്ചെന്ന് കരുതേ. 20,000 രൂപ ഇവർ അയച്ചു കൊടുത്തു. 20,000 രൂപ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് 20 ലക്ഷം രൂപ കിട്ടുമല്ലോ. 20,000 അല്ലേ പോകുന്നുള്ളൂ. 20,000 പോയി, അതേപോലെ 40,000 പോയി, 30,000 പോയി, അങ്ങനെ കുറേ പൈസ പോയി. തിരിച്ച് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇത് ഇന്നലെ റിപ്പോർട്ട് ചെയ്ത കേസാണ്. ഇത് നാളെ ഞാൻ ഈ പ്രസൻറ്റേഷൻ നടത്തിയ ഇന്നത്തെ ഏതെങ്കിലും കേസുകൾ നാളെ എനിക്ക് പറയാനും പറ്റും. അത് എനിക്ക് 100% ഉറപ്പാണ്. ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് നടത്തി കഴിഞ്ഞാൽ എനിക്ക് അതിന് തലേ ദിവസത്തെയോ വാർത്തകളും പറയാൻ പറ്റും. ഇതില്ലാത്ത ഒരു ദിവസം നിങ്ങൾക്ക് കേരളത്തിൽ കാണാൻ പറ്റില്ല. അതാണ് സത്യം. ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ദിവസം പോലും നിങ്ങൾക്ക് കേരളത്തിൽ കാണാൻ പറ്റില്ല. കേരളത്തിൽ എല്ലാ ദിവസവും ഉണ്ടോ? ഇത് 2024 763 കോടി രൂപയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഐ എം ടെല്ലിങ് യു, അടുത്ത വർഷം 2026 എസൻസ് ഇതുപോലെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഞാൻ ഈ വേറൊരു പ്രസൻറ്റേഷൻ നടത്തുന്ന സമയത്ത് ഐ എം ഷുവർ അത് 1000 കോടിയോ 2000 കോടിയോ ഒക്കെ ആയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. കാരണം മലയാളികൾ എന്തായാലും പഠിക്കാൻ പോകുന്നില്ല കാര്യം 100% ഉറപ്പാണ്. അതിൻ്റെ റിസൾട്ടാണ് ഇതെന്ന കാര്യം. 2021 80 കോടിയിൽ നിന്ന എമൗണ്ടാണ് 2024 763 കോടി രൂപ എന്ന കണക്കിലേക്ക് മാറിയത്. കഴിഞ്ഞ വർഷം ഒരു ദിവസം 70 ലക്ഷം രൂപയാണ് നഷ്ടം ഉണ്ടായതെങ്കിൽ ഈ വർഷത്തേക്ക് വരുമ്പോൾ ഏകദേശം ഒരു ദിവസം 2-3 കോടി രൂപയുടെ നഷ്ടമാണുള്ളത്. ഇത് കുറയല്ല, കൂടുകയാണ്. ഇത് 10 ഇരട്ടി 20 ഇരട്ടിയായിട്ട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ആരും ഒന്നും ചെയ്യുന്നില്ല ഞാൻ പറയല്ല. ഇപ്പോൾ കേരള പോലീസിൻ്റെ സൈബർ ഡാം പോലുള്ള വിഭാഗങ്ങളൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതിൽ വിക്ടിംസ് അവെയർ ആവാതെ ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ നിങ്ങളാണ് ഇതിൽ അവെയർനെസ് ഉണ്ടാവേണ്ടത്. നിങ്ങൾക്കറിയണം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ പുറത്തുണ്ട്, ഞാനതൊന്നും ചെയ്യാൻ പാടില്ല, അതിലൊന്നും ചെന്ന് പെടാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഓരോ ആൾക്കാരും ഇതിൽ അവെയർ ആയിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത് മറ്റൊരു കേസാണ്. KFC കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ്റെ പേരിൽ ഇതുപോലൊരു തട്ടിപ്പ് നടക്കാന്നുള്ളത്. ഇത് കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ്റെ പേരിൽ മാത്രമല്ല കേട്ടോ, ഇത് വേറെ ഒരുപാട് കേസുകളിൽ നടക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ മറ്റൊരു സിറ്റുവേഷനും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എൻ്റെ കഴിഞ്ഞ വർഷത്തെ പ്രസൻറ്റേഷനിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ അത് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഇത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൻ്റെ പേരിൽ ഒരു പേജാണ്. അപ്പോൾ ഈ പേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ലോഗോ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോഴും ലൈവാണ് കേട്ടോ. ഈ പേജ് ഇപ്പോഴും ലൈവാണ്. ഇത് കഴിഞ്ഞ വർഷവും ലൈവായിരുന്നു, അതിൻ്റെ മുമ്പത്തെ വർഷവും ലൈവായിരുന്നു. ഇതുവരെ ആരും ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല. ഇത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, ആരും ഒന്നും പറയാറും ചെയ്യാനൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഞാനൊന്ന് സൂം ചെയ്യാം.
ഇവിടെ ഹലോ ആഫ്റ്റർ വെരിഫിക്കേഷൻ ടേൺസ് ഔട്ട് ദാറ്റ് യു ആർ എലിജിബിൾ ഫോർ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഓഫ് 46,715 രൂപ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സ്കാം ചെയ്യുന്ന ആള് ഞാൻ അയാളെ പറ്റി ഇങ്ങനെ ആലോചിക്കുക. കാര്യം ഇത്രയും കറക്റ്റ് എമൗണ്ട്, അതായത് നോർമലി ഒരാളെ പറ്റിക്കുമ്പോൾ 40,000 50,000 എന്ന് പറഞ്ഞാൽ മതി, പകരം 46,715 രൂപ എന്നൊക്കെ സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞ് പറ്റിക്കുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ 46,000 രൂപ തരാമെന്ന് പറഞ്ഞു. ശരി, ഇത് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 46,000 രൂപ കിട്ടുമല്ലോ. ഇത് തരുന്നത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ് എന്നാണ് ഇവർ പറയുന്നത്. മേളിൽ മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കിട്ടാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യേണ്ടത് വളരെ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, ക്ലിക്ക് ദ ഇൻവൈറ്റ് ബട്ടൺ ബിലോ ആൻഡ് സെൻഡ് എ മെസ്സേജ് ടു 15 ഫ്രണ്ട്സ് ഓർ 5 ഗ്രൂപ്പ്സ് ഓൺ വാട്സപ്പ് സോ ദാറ്റ് ദേ ക്യാൻ ടേൺ ഇൻ ബെനിഫിറ്റ് ഫോർ ഫൈനാൻഷ്യൽ സപ്പോർട്ട് പ്രോഗ്രാം. നിങ്ങളൊരു 15 കൂട്ടുകാർക്ക് വാട്സപ്പിൽ അയക്കണം. 5 വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും 15 വാട്സപ്പ് കൂട്ടുകാർക്കും ഈ മെസ്സേജ് അയക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്രോയൽ കോഡ് കിട്ടും. ആ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. നിർമ്മല സീതാരാമൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ, ഞാനിപ്പോഴാണ് കണ്ടത്. ഇത് ചെറുതായിട്ട് വരുന്നുണ്ട്, അവിടെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ ഒരു മൊമെൻറ്റിലേക്ക് മാത്രമേ പുള്ളിക്കാരുടെ ഫോട്ടോ കാണിക്കുന്നുള്ളൂ. കണ്ടോ, ഒരു ഫോട്ടോ കാണുന്നുണ്ട്. മന്ത്രിയുടെ ഫോട്ടോ കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ വിശ്വാസ്യത കൂടുതലല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അപ്പോൾ ഇവിടെ നമ്മൾ ഇൻവൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഇത് ഇങ്ങനെ കാണിക്കും. ഞാൻ ജസ്റ്റ് ക്യാൻസൽ കൊടുക്കാം. അപ്പോൾ എനിക്ക് കോഡ് കിട്ടി. ഞാനപ്പോൾ ക്ലിക്ക് ഹിയർ ടു വ്യൂ ദ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ എനിക്ക് കോഡ് കിട്ടും. കോഡ് കിട്ടി എനിക്ക് എന്ത് കിട്ടും? 46,715 രൂപ കിട്ടും. എന്നാലും എനിക്ക് ആലോചിക്കുന്നത്, ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഈ 715 കണക്ക് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഫർദർ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന എന്തെങ്കിലും പാക്കേജ് ഡൗൺലോഡ് ആവും, അതിനകത്ത് എന്തെങ്കിലും വൈറസ് ഉണ്ട് എൻ്റെ സിസ്റ്റത്തിൽ കയറും. ഞാൻ ഫർദർ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ബട്ട് ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് ഇപ്പോഴും ലൈവാണ്. ഈ വെബ്സൈറ്റിൽ ഇപ്പോഴും യാതൊരു കുഴപ്പമില്ലാണ്ട് ഈ വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഒന്ന് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് എന്ന പേരിലാണ്. ഇത് ശരിക്കും വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം ഞാൻ എടുത്ത സ്ക്രീൻഷോട്ടാണ്. കഴിഞ്ഞ വർഷത്തെ സ്ക്രീൻഷോട്ടിൽ എമൗണ്ട് വേറെ ആയിരുന്നു. 32,849 രൂപ. എനിക്കറിയത്തില്ല ഇയാൾ ഇത്ര കറക്റ്റായിട്ടുള്ളൊരു എമൗണ്ടിലേക്ക് വരും. 32,849 ആയിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം അത് കൂട്ടി 46,715 ആയിട്ടുണ്ട്. 2 മാസം കഴിയുമ്പോൾ അത് 50,000 30,000 60,000 അപ്പോൾ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് ഇതേപോലുള്ള കുറേ ഗവൺമെൻറ്റിൻ്റെ പേരിലുള്ള വെബ്സൈറ്റുകൾ കുറേ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതൊരു കേസ് മാത്രമാണ്. ഇതുപോലെ ഗവൺമെൻറ് പേരിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പേരിൽ ഇത് തന്നെയാണ് ശരിക്കും കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ്റെ കേസിലും നടന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ കണ്ട ഈ ന്യൂസ്, ഏകദേശം ഈ ന്യൂസാണ് കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ്റെ പേരിൽ നടന്നിട്ടുള്ള ഈ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതും ഗവൺമെൻറ്റിൻ്റെ പേരിലുള്ള ഒരു ഓർഗനൈസേഷൻ എടുത്ത് ആ ഓർഗനൈസേഷൻ്റെ ലോഗോയും അവരുടെ ചിത്രങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ആൾക്കാർ ഇതുപോലൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി. അതിന് വെബ്സൈറ്റിന് പകരം ഇവിടെ ഫേസ്ബുക്ക് പേജ് ആയിരുന്നു. ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി ആ ഫേസ്ബുക്ക് പേജിൽ കൂടെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് തുടങ്ങി. ദാറ്റ്സ് വാട്ട്. അപ്പോൾ ഇതേപോലുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കേസിലേക്ക് പോകാം. അതൊരു കേസാണ്. മറ്റൊരു കേസിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് അടുത്തൊരു കേസ്. ഇത് കുറച്ചുകൂടെ വലിയൊരു ട്രാജിക്കായിട്ടുള്ളൊരു കേസാണ്. ഇത് 1,600 കോടി രൂപയുടെ കേസാണ്. ശരിക്കും പറഞ്ഞാൽ വേറൊരു കാര്യം കൂടെ, ഞാനിത് 2020-ലും 2021-ലും ഇങ്ങനത്തെ പ്രസൻറ്റേഷൻസ് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയ എമൗണ്ടുകളൊക്കെ പറയാൻ പറ്റുള്ളായിരുന്നു. 5 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം ഒക്കെ പറയാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം എൻ്റെ ഡിസംബർ തൊട്ടിട്ട് ഇങ്ങോട്ടുള്ള എല്ലാ പ്രസൻറ്റേഷനിലും എനിക്ക് വലിയ വലിയ എമൗണ്ടുകളാണ് പറയാൻ പറ്റുന്നത്. 10 കോടി 20 കോടി അതൊന്നും പറ്റില്ല. 100 കോടി 1000 കോടി 700 കോടി ഇതൊക്കെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പൈസ കേരളത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് രസം. അപ്പോൾ ഇവിടെ 1,600 കോടി രൂപയുടെ ഒരു സ്കാമാണ്. 1,600 കോടി രൂപ. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലോൺ ആപ്പുകളുണ്ടല്ലോ, നമ്മളുടെ ഫോണിലും ആപ്പ് സ്റ്റോറിലൊക്കെ നിങ്ങൾ ചുമ്മാ പേഴ്സണൽ ലോൺ എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100ഓളം ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ ഉണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാ ആപ്ലിക്കേഷൻസും ചിലതൊക്കെ ലെജിറ്റിമേറ്റ് ആണ്, ബാങ്കുകളുടെ ആപ്ലിക്കേഷനാണ്. പക്ഷേ അതല്ലാതെ കുറേ ചെറിയ ചെറിയ ഈ ലോണുകൾ തരുന്ന ആപ്ലിക്കേഷൻ, ഈ 1,000 രൂപ 2,000 രൂപയൊക്കെ ലോൺ തരുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നോർമലി പൈസയ്ക്ക് അത്യാവശ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യും, പെട്ടെന്ന് കിട്ടുന്ന പൈസയല്ലേ, നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റേഷൻ വേണ്ട, പാൻ കാർഡ് കൊടുക്കണ്ട, സിബിൽ സ്കോർ വേണ്ട, ഇതൊന്നും വേണ്ടാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും, നേരെ പോയിട്ട് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യും. 1,000 അല്ലെ 2,000 അല്ലെ 3,000 അല്ലെ 4,000 ഒക്കെ കിട്ടാനായിട്ട് പോകുന്നു. 4,000 എടുക്കുന്നു, ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടുന്നു. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സംഭവിച്ചിങ്ങനെയായിരുന്നു. ഇതിലൊരു ഫ്രോഡ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആപ്പുകൾ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, നിങ്ങൾ ഈ ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമിഷൻ ചോദിക്കും അല്ലേ. നോർമലി എല്ലാവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പെർമിഷൻ ചോദിക്കുന്ന ആ വിൻഡോ വരുമ്പോഴത്തേക്കും ഹലോ 4-5 ടാപ്പ് ചെയ്യും,
കഴിഞ്ഞ എന്താ ഏതാ ആരാ ചോദിക്കുന്നതൊന്നുമില്ല, അലോ കൊടുക്കുക എന്നുള്ളൂ. അലോ ചെയ്യുന്നു, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ആപ്പ് കിട്ടും, ആപ്പിൽ നിങ്ങൾ പൈസ കൊടുക്കും, ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് പൈസ കിട്ടും, റൈറ്റ്. വാട്ട് ഹാപ്പൻസ് ഈസ് ആക്ച്വലി നിങ്ങളുടെ ഫോട്ടോസിലേക്കും നിങ്ങളുടെ ഗാലറിയിലേക്കും നിങ്ങളുടെ ക്യാമറയിലേക്കൊക്കെയാണ് നിങ്ങൾ ആക്സസ് കൊടുക്കുന്നത്, പെർമിഷൻ കൊടുക്കുന്നത്. ഈ പെർമിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ആപ്പുകൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോസ് അവരെടുത്തിട്ട് ആ ഫോട്ടോസ് മോർഫ് ചെയ്ത് ഒബ്സീനായിട്ടുള്ള രീതിയിലേക്ക് ആക്കുന്നു, അല്ലെങ്കിൽ ഒരു ന്യൂഡിറ്റി ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോസ് മാറ്റുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യും, ആ ഫോട്ടോ നിങ്ങളെ കാണിച്ച് നിങ്ങളോട് പൈസ ആവശ്യപ്പെടും. ഇങ്ങനെ 1600 കോടി രൂപയോളം അവരുണ്ടാക്കിയെടുത്തു. ഇങ്ങനെ 1600, ഇത് കേരളത്തിൽ നിന്ന് മാത്രമാണെന്നും കൂടെ ആലോചിക്കണം. അതാണ് രസം. ഇത്രയധികം പൈസക്കാർ കേരളത്തിലുണ്ടെന്നുള്ള ഞാൻ ഇതൊക്കെ പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുക. കാര്യം 1600, ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 പേരെ ED അറസ്റ്റ് ചെയ്തു, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. കാര്യം ഇതിൽ നിന്ന് കിട്ടിയ പൈസ, ഈ 1600 കോടി രൂപയോളം പൈസ ഇതിൽ നിന്ന് കിട്ടിയത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊരു, അതായത് ഇത് ചൈനയിലേക്കാണ് ഈ പൈസ അയച്ചത്. അങ്ങനെയാണ് EDയുടെ കയ്യിലേക്ക് കേസ് വരുന്നു. ED ഇതിൽ അറസ്റ്റ് ചെയ്യുന്നു. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഒരാൾ അറസ്റ്റ് ചെയ്തു, കോഴിക്കോട് നിന്ന് ഒരാൾ അറസ്റ്റ് ചെയ്തു. 2 പേരാണ് ഈ കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന മറ്റൊരു സ്കാമും കൂടെ അതിനകത്തുണ്ട്. അതായത് സ്കാം എന്ന് പറയാൻ പറ്റില്ല, അതിൽ സംഭവിച്ചത് ഈ പൈസ ഇന്ത്യക്ക് പുറത്തേക്ക് എത്തിക്കണം. ഇന്ത്യക്ക് അകത്ത് വെക്കാൻ പറ്റില്ല, ഇത് ഇന്ത്യക്ക് പുറത്തേക്ക് എത്തിക്കാം. നിങ്ങൾ മണി ലോണ്ടറിങ് എന്തായാലും കേട്ടിട്ടുണ്ടോ? മണി ലോണ്ടറിങ് കേട്ടിട്ടുണ്ടോ? ഈ കുഴൽപ്പണം, കള്ളപ്പണം, ഹവാല, ഇതൊക്കെ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടോ പല സിനിമകളിലും വാർത്തകളിലും ഒക്കെ. അപ്പോൾ ഈ മണി ലോണ്ടറിങ് ചെയ്ത് ഇത് എന്തൊക്കെ എത്തിക്കണം, ചൈനയിലേക്ക് എത്തിക്കണം, ഇത് പുറത്തേക്ക് എത്തിക്കണം. ഇതിന് വേണ്ടിയിട്ട് അവർ ചെയ്തൊരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ നാട്ടിൽ കുറേ പേര് ചെയ്തിട്ടുള്ള, ഞാൻ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ, ഇപ്പോൾ എനിക്കൊരു ബാങ്ക് അക്കൗണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്, എന്തായാലും ഈ ഇരിക്കുന്ന എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്, അപ്പോൾ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ പേരിൽ എടുത്തിട്ട് ഇതിൻ്റെ നെറ്റ് ബാങ്കിങ് ലോഗിനും, അല്ലെങ്കിൽ നിങ്ങളുടെ ATM കാർഡ്, നിങ്ങളുടെ ബാക്കിയുള്ള ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ATM കാർഡ്, പിന്നെ നെറ്റ് ബാങ്കിങ് ക്രെഡൻഷ്യൽസ്, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇതെല്ലാം കൂടെ ഒരാൾക്ക് കൊടുക്കണം. ഒരാൾ നിങ്ങളോട് ചോദിക്കുന്നു. ഇത് കൊടുക്കുന്നതിന് പകരം അയാൾ നിങ്ങൾക്കൊരു 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ തരാമെന്നും പറയുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക, ആ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നതിന് വരെ നിങ്ങൾക്ക് 20,000 രൂപ കിട്ടും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവർ നിങ്ങളുടെ പൈസ കൊടുക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് തുടങ്ങി കൊടുത്താലും കുഴപ്പമില്ല, നിങ്ങൾക്കൊരു 20,000 രൂപ തരാമെന്ന് പറയുന്നു. അങ്ങനെ ഏകദേശം 794 പേരോളം, 794 അക്കൗണ്ടാണ് ഒരാൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറേ ആൾക്കാരോട് സംസാരിച്ച് അവരുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് മേടിച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനാണിത് ചെയ്യുന്നതെന്ന് കരുതുക. ഞാനാണിത് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഒരു 1000 കോടി രൂപയുണ്ട്. ഞാൻ ഈ ഇരിക്കുന്ന എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മേടിക്കുന്നു. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ 1000 കോടി ചെറിയ എമൗണ്ടുകളാക്കി നിങ്ങളുടെ എല്ലാ അക്കൗണ്ടിലിടുന്നു. എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ക്രിപ്റ്റോ കറൻസി വാങ്ങുന്നു. ഇതിനകത്ത് വാങ്ങിച്ചിരിക്കുന്നത് എഥേരിയം എന്ന് പറയുന്നൊരു ക്രിപ്റ്റോ കറൻസിയാണ്. എഥേർ എന്ന് പറഞ്ഞൊരു ക്രിപ്റ്റോ കറൻസി വാങ്ങും. ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് എങ്ങോട്ട് വേണമെങ്കിലും എനിക്ക് അയക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ 1000 കോടി നിക്ഷേപിക്കുന്നു. ചെറിയ എമൗണ്ടുകളായിട്ട് ഒരു 1 ലക്ഷമോ 2 ലക്ഷമോ ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ഇടുന്നു. അപ്പോൾ കുറേ അക്കൗണ്ടുകളാകുമ്പോൾ എനിക്ക് 1000 കോടി എത്തിക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ക്രിപ്റ്റോ കറൻസി വാങ്ങുന്നു. എന്നിട്ട് ആ ക്രിപ്റ്റോ കറൻസി ഞാൻ ചൈനയിലുള്ള ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നു. അയാൾ അവിടെ നിന്ന് സാധനം വിഡ്രോ ചെയ്ത് അയാൾ 1000 കോടി ആക്കുന്നു, റൈറ്റ്. ഇത് ബേസിക്കലി ഒരു മണി ലോണ്ടറിങ്ങിൻ്റെ ഒരു ചെറിയ വെർഷനാണ്. വലിയ വെർഷനല്ല, ചെറിയൊരു വെർഷനാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഷെൽ കമ്പനികൾ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഷെൽ കമ്പനികളും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാണാം. ഇവിടെ അതിൻ്റെ കമ്പനികളുടെ പേരില്ല, വേറൊരു ന്യൂസിലെ കമ്പനികളുടെ പേരും കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഷെൽ കമ്പനികൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വെങ്കറ്റ് ടെക്നോളജീസ് അങ്ങനെയൊക്കെ പേരിലുള്ള കുറച്ച് ഷെൽ കമ്പനികളെയും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ പൈസ അയച്ചു കൊടുത്തല്ലോ, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ 20,000 രൂപ വീതം തരുന്നു. നിങ്ങൾക്ക് സന്തോഷം, എനിക്ക് സന്തോഷം. കാര്യം നിങ്ങൾക്ക് 20,000 രൂപയും കിട്ടി, എൻ്റെ പൈസ ഞാൻ അപ്പുറത്തെത്തിക്കുകയും ചെയ്തു. സന്തോഷമാണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ലൊരു ബിസിനസ് ഡീലാണ്. പക്ഷേ ഇതിലുണ്ടായ പ്രശ്നം ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫോ പാർക്ക് പോലീസ്, കൊച്ചി ഇൻഫോ പാർക്കിലെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഒരു കേസ് എടുത്തു. ഒരു 1.5 കോടി രൂപയുടെ തട്ടിപ്പ് കേസാണ്. ഈ തട്ടിപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ബീഹാറിൽ നിന്നൊരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. ബീഹാറല്ല, വെസ്റ്റ് ബംഗാളിൽ നിന്നൊരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. അവർ ഇതേപോലെ അവരുടെ ബാങ്ക് അക്കൗണ്ട് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുകയും അയാൾ അതിൽ കൂടി ഈ പറയുന്ന മണി ലോണ്ടറിങ് ട്രാൻസാക്ഷൻസ് നടക്കുകയും ചെയ്യണം. അങ്ങനെ ഇൻഫോ പാർക്ക് പോലീസ് അവർ അറസ്റ്റ് ചെയ്തു. അവരിപ്പോൾ വിയ്യൂർ ജയിലിൽ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ട് മേടിച്ചിട്ടുള്ളൊരു പരിപാടിയുണ്ട്. നാളെ ആരെങ്കിലും നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ പേരുള്ള ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അതിലടക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ്. അതിലേക്ക് ആര് പൈസ എടുത്തു എന്നുള്ള ഇവിടെ ചോദ്യമില്ല. നിങ്ങളുടെ അക്കൗണ്ടിലാണ് ട്രാൻസാക്ഷൻ നടന്നതെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണ് അതിൻ്റെ ഉത്തരവാദിത്തം. എഗെയിൻ ഞാനിത് പറയുന്നത് നിങ്ങളിൽ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടാവണമെന്നല്ല, പക്ഷേ കേരളത്തിൽ ഒരുപാട് പേര് ഇത് ചെയ്തിട്ടുണ്ട്. അതിൽ ചെയ്തതിൽ കുറച്ച് പേര് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾ കോടതി ജയിലുമായിട്ട് നിങ്ങളുടെ വർഷങ്ങളോളം കാലം പോകും. ഇപ്പോൾ ആ സ്ത്രീ വെസ്റ്റ് ബംഗാളിൽ നിന്ന് അവരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ വിയ്യൂർ ജയിലിൽ കസ്റ്റഡിയിലാണ്.
അവരൊന്നും ചെയ്തിട്ടില്ല. കാര്യം അവരാകെ ചെയ്തത് എന്താ, അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മറ്റൊരാൾക്ക് കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. ആ ബാങ്ക് അക്കൗണ്ടിൽ കൂടെ ട്രാൻസാക്ഷൻ നടത്തിയ ആളെന്ത് ചെയ്തു, അയാൾ ആ വഴിക്ക് പോയി, അയാളുടെ ഡീറ്റെയിൽസ് ഒന്നും അവിടെ ഇല്ല, ഇവരുടെ പേരിലുള്ള അക്കൗണ്ടായതുകൊണ്ട് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് കേസ്. ഇത് 1600 കോടി രൂപയുടെ മണി ലോണ്ടറിങ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. ഇത് ലോൺ ആപ്പുകളിൽ കൂടെയാണ്. എന്നിട്ട് ഈ പൈസ, ഇതിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ ആൾക്കാർക്ക് ചെറിയ എമൗണ്ട് ലോൺ കൊടുത്ത് അവരുടെ ഫോട്ടോസ് ഈ പറയുന്ന പോലെ ക്യാപ്ചർ ചെയ്തെടുക്കുന്നു. ആ ഫോട്ടോസ് ഉപയോഗിച്ച് ഇവരുടെ കൂടുതൽ പൈസ എടുക്കുന്നു. 4000 രൂപ നിങ്ങൾക്ക് ലോൺ തന്നിട്ട് 40,000 രൂപ നിങ്ങളുടെ നിന്ന് മേടിക്കുന്ന പരിപാടിയാണ്. ഇതാണ് സംഭവിക്കുന്നത്. ഇത് നമ്മളുടെ നാട്ടിൽ നടന്ന മറ്റൊരു ക്രൈമാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറേ ക്രൈമുകളുടെ കേസുകൾ പറഞ്ഞു. ഇപ്പോൾ ഈ പറയുന്ന വിർച്വൽ അറസ്റ്റ്, അങ്ങനെ കുറേ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പുകളൊക്കെ പറഞ്ഞു. ഇനി നാളെ നിങ്ങളിങ്ങനെ ഒരു കാര്യത്തിൽ പെട്ടാൽ, നാളെ നിങ്ങളിങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. 1930. മോസ്റ്റ്ലി നിങ്ങളിപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ കേൾക്കുന്ന ഒരു നമ്പർ തന്നെയാണ് 1930. സൈബർ ക്രൈം ഹെൽപ്പ് ലൈനാണ്. ഇതിൽ വിളിക്കുക, കാര്യം പറയുക. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ടെങ്കിൽ പൈസ പോയി എന്ന് പറയാം. നിങ്ങളൊരു സ്കാം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് നോക്കിയ നമ്പർ, നിങ്ങൾ സ്കാം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ മിനിമം ഒരു 1-2 മണിക്കൂറിനുള്ളിലെങ്കിലും ഈ നമ്പറിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം. കോൾ 1930. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എത്ര രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളതെങ്കിലും നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടും. എല്ലായ്പ്പോഴും തിരിച്ചു കിട്ടണമെന്നല്ല, ഒരു 100-ൽ 98% നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു കൂട്ടുകാരുടെ ഏകദേശം 40,000 രൂപയോളം അദ്ദേഹത്തിൻ്റെ ഇതുപോലെ തട്ടിപ്പിൽ പെട്ടുപോയി. അദ്ദേഹം 1930 വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തിന് ആ പൈസ തിരിച്ചു കിട്ടുകയും ചെയ്തു. അതായത് 1930 വിളിച്ചു പറഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അവർ റിസീവ് ചെയ്ത അക്കൗണ്ട് ഫ്രീസ് ചെയ്യും. ഫ്രീസ് ചെയ്ത് ആ പൈസ നിങ്ങൾക്ക് തിരിച്ചിടുകയാണ് ചെയ്യുക. എന്നിട്ടാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടാൽ, നിങ്ങൾ സ്കാം ചെയ്യപ്പെട്ടാൽ, നിങ്ങൾ ഈ തട്ടിപ്പിന് എപ്പോഴെങ്കിലും ഇരയായാൽ മേക്ക് ഷുവർ നിങ്ങൾ 1930 വിളിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ്. 1930 വിളിക്കുക. പിന്നെ അതേപോലെ ഗവൺമെൻറ് സൈബർ ക്രൈം എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. സൈബർ ക്രൈം പോർട്ടലിൽ പോവുക, നിങ്ങളുടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. ബാങ്കിൽ വിളിക്കുക, നിങ്ങളുടെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് സ്റ്റോപ്പ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇതിനെ തട്ടിപ്പിനിരയായാൽ, അത് എപ്പോഴാണെങ്കിലും മിനിമം 1-2 മണിക്കൂറിൽ ഈ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടും. എത്ര രൂപയാണെങ്കിലും നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടും. 1930 വിളിക്കുക, സൈബർ ക്രൈം പോർട്ടലിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക, ബാങ്കിൽ വിളിച്ച് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ഫ്രീസ് ചെയ്യാം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ അവയർനെസ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കേസുകളിലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ആ പൈസ നഷ്ടപ്പെട്ടില്ലായിരുന്നു. ഒരു 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പൈസ തിരിച്ചിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറയും. നിങ്ങൾ 1-2 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാനുള്ള ചാൻസ് ഇല്ലാണ്ടേ ആയിപ്പോവും. കാര്യം ഡിജിറ്റലിലുള്ള കാര്യങ്ങളിൽ ഒരാൾക്ക് പൈസ ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എപ്പോഴും പെട്ടെന്ന് അത് ലിക്വിഡേറ്റ് ചെയ്യാനുള്ള വഴികൾ ഒരുപാടുണ്ട്. അപ്പോൾ എപ്പോഴും എത്രയും പെട്ടെന്ന് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ തിരുവനന്തപുരത്ത് വിർച്വൽ അറസ്റ്റിൽ അയാളുടെ 2 കോടി രൂപയോളം പോയി. അയാൾക്ക് ശരിക്കും ഈ കാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ 1930 എന്ന് പറഞ്ഞ ഹെൽപ്പ് ലൈനും സൈബർ ക്രൈം പോർട്ടലും ഒക്കെ അറിയാമായിരുന്നുവെങ്കിൽ അയാൾക്ക് 2 കോടി തിരിച്ച് കിട്ടിയേനെ. പക്ഷേ അയാൾക്ക് അറിയില്ലായിരുന്നു. ലാക്ക് ഓഫ് അവെയർനെസ് ആണ് ഇതിനുള്ള കാരണം. ലാക്ക് ഓഫ് അവെയർനെസ്, നമുക്കിത് കാര്യങ്ങൾ അറിയാത്തതാണ് ഈ പ്രശ്നങ്ങളിൽ നമ്മൾ പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അഗെയിൻ, മേക്ക് ഷുവർ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വിക്ടിം ആയാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും തട്ടിപ്പിനിരയാൽ മേക്ക് ഷുവർ യു കോൾ ദിസ് നമ്പർ 1930. വിളിക്കുക, കാര്യം പറയുക, ബാക്കി അവർ ടേക്ക് കെയർ ചെയ്തോളും. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് റൈസ് ചെയ്താൽ അവർ ചെയ്യും. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം 1930 വിളിക്കണം. സെൻട്രൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈനാണ്. ആദ്യം ഇതിൽ വിളിക്കണം. ഇതിൽ വിളിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകാവുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും വിട്ടു പോവാതിരിക്കുക. ഇനി ഈ തട്ടിപ്പിന് ഇരയായുള്ളൊരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. മാക്സിമം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. ദാറ്റ്സ് ഇറ്റ്. യൂസ് വിത്ത് കോഷൻ. അതായത് നിങ്ങളുടെ പാസ്വേഡാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡുകൾ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യുക. ഞാൻ കഴിഞ്ഞൊരു പ്രസൻറ്റേഷനിൽ പറഞ്ഞു കൊടുത്ത ഒരു രീതിയുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ രീതിയിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളുടെ ശീലങ്ങളെയും നമ്മളുടെ ആഗ്രഹങ്ങളെയൊക്കെ നമുക്ക് പാസ്വേഡുകളാക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ പാതിരാത്രി നേരത്തെ കിടന്നുറങ്ങുക എന്നുള്ളത്. ഞാൻ കിടന്നുറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം വെളുപ്പിനെ 2 മണി 3 മണിയൊക്കെ ആവാറുണ്ട് കേട്ടോ. ഇന്നലെയും കിടന്നുറങ്ങിയപ്പോൾ 1:30-2 മണിയും കണ്ടായി. നല്ലൊരു ശീലമാണെന്നല്ല ഞാൻ പറയുന്നത്, വളരെ മോശപ്പെട്ടൊരു ശീലമാണ്. പക്ഷേ അങ്ങനത്തെ ശീലങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്കുണ്ട്, അത് മാറ്റണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ പാസ്വേഡ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ കൂടെ എടുക്കാം. അതിന് ഗോൾ ബേസ്ഡ് പാസ്വേഡ് മാനേജ്മെൻറ്റ് എന്ന് പറയും. അതായത് വളരെ സെക്യൂർ ആയിട്ടുള്ളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു വഴിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 12 മണിക്ക് മുമ്പ് കിടന്നുറങ്ങണം, അല്ലെ 12 മണിക്ക് ഉറങ്ങണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് വെക്കുക. നിങ്ങളുടെ ഒരു ആഗ്രഹം 12 മണിക്ക് കിടന്നുറങ്ങണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് ഇങ്ങനെ സെറ്റ് ചെയ്യാം. സ്ലീപ്പ് അറ്റ് 12
ക്ലോക്ക്. ഇവിടെ നിങ്ങൾ ആ പാസ്വേഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സെക്യൂർ ആയിട്ടുള്ളൊരു പാസ്വേഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ. അതായത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സും നമ്പേഴ്സും ലെറ്റേഴ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ കുട്ടികളുടെ പേര്, ഭാര്യയുടെ പേര്, കുട്ടിയുടെ പേര്, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര്, നിങ്ങളുടെ വീട്ടുപേര്, സ്ഥലപ്പേര്, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, വെഹിക്കിളിൻ്റെ നമ്പർ. എനിക്കറിയാം നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു സാധനമായിരിക്കും നിങ്ങളുടെ പാസ്വേഡ്, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും രണ്ട് സാധനത്തിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും എന്നെനിക്കറിയാം. ദാറ്റ്സ് ഫോർ ഷുവർ. ആൾക്കാർ അങ്ങനെയാണ്, അത് നമ്മളുടെ നേച്ചറാണ്. മേക്ക് ഷുവർ അത് അങ്ങനെ അല്ല എന്ന് ഉറപ്പാക്കുക. കാരണം ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് എടുക്കാൻ ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ആർക്കൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഈ പറയുന്ന ഫോൺ നമ്പറോ പേഴ്സണൽ നമ്പറോ വാടകത്തെ നമ്പറോ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ പേര്, വീട്ടുപേര്, സ്ഥലപ്പേര്, ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ വെച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു കോൺസെപ്റ്റ് കോൾഡ് ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. കുറച്ച് സമയം മെനക്കെട്ട് ആരുടെയും ഇൻഫർമേഷൻസ് കിട്ടും, ആരുടെയും ഡാറ്റ കിട്ടും. കുറച്ച് നേരം മെനക്കെട്ടാൽ മതി, അത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എനിവേ, അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് പാസ്വേഡ് ആക്കാതെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പാസ്വേഡ് ആക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെ പാസ്വേഡ് ആക്കിയാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങനെ എല്ലാവർക്കും അറിയില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്ര പേർക്കറിയാം? ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുക എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദിവസം 2 വട്ടം മക്കളെ വിളിക്കുക, അല്ലെങ്കിൽ അച്ഛനമ്മമാരെ വിളിക്കുക എന്നുള്ളതായിരിക്കാം, 3 നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളതായിരിക്കാം, വീട് വെക്കണം എന്നുള്ളതായിരിക്കും, ഒരു ജോലി കിട്ടണം എന്നുള്ളതായിരിക്കും. ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ. നിങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാവും, വലിയ വലിയ ആഗ്രഹങ്ങളാവും. വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ആഗ്രഹങ്ങളെ നിങ്ങൾ പാസ്വേഡ് ആക്കുക. ഫോർ എക്സാമ്പിൾ, സ്ലീപ്പ് അറ്റ് 12 o'clock. അല്ലെങ്കിൽ മറ്റൊന്ന്, ഇപ്പോൾ നിങ്ങളൊരു സ്മോക്കറാണ് എന്നുണ്ടെങ്കിൽ ക്വിറ്റ് സ്മോക്കിംഗ് ഫോർ എവർ. മറ്റേറ്റവും കൂടെ ചെയ്താൽ ക്വിറ്റ് സ്മോക്കിംഗ് ഫോർ എവർ. ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പാസ്വേഡ് ആക്കാം. ഇതുപോലെ പല കാര്യങ്ങളും നിങ്ങളുടെ എന്തിന് നിങ്ങൾക്കടുത്ത് പാസ്വേഡ് ആക്കാം. അപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് നിങ്ങൾക്ക് അവിടെ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പാസ്വേഡുകളാക്കി മാറ്റുക. ഇതിനെ ഗോൾ ബേസ്ഡ് പാസ്വേഡ് മാനേജ്മെൻറ്റ് എന്നാണ് വിളിക്കുക. ഗോൾ ബേസ്ഡ് പാസ്വേഡ് മാനേജ്മെൻറ്റ്, നിങ്ങളുടെ ഗോൾസ് പാസ്വേഡാക്കി മാറ്റുന്ന ഒരു രീതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ പാസ്വേഡുകൾ സെക്യൂർ ആക്കാവുന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ ഫോണിലും നിങ്ങളുടെ ഈ ഓൺലൈൻ അക്കൗണ്ടുകളിലുമൊക്കെ മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ അല്ലെങ്കിൽ 2 factor authentication എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. 2 factor authentication നിങ്ങളുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട്. 2 factor authentication എന്ന് പറയും. 2 factor authentication ഇനേബിൾ ചെയ്തിട്ട് അതാകുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP കൂടെ വന്നാലേ ഒരാൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ബാങ്കിൽ എന്തായാലും ഇതുണ്ടാവും, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത് എന്തായാലും ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയയിലും 2 factor authentication എന്നൊരു സാധനം എനേബിൾ ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റെപ്പുകളിലേക്ക് പോകുന്നില്ല. യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടും. പക്ഷേ മേക്ക് ഷുവർ നിങ്ങൾ 2 factor authentication ഇനേബിൾ ചെയ്തിരുന്നു എന്ന് ഉറപ്പാക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് പലരും പല ലിങ്കുകളൊക്കെ അയച്ചു തരുന്ന പരിപാടികളുണ്ടല്ലോ. കുറേ ലിങ്കുകളൊക്കെ അയച്ചു തരുന്ന, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്കൊക്കെ കിട്ടും. മേക്ക് ഷുവർ നിങ്ങൾ അതിലൊന്നും ക്ലിക്ക് ചെയ്യില്ല എന്നുള്ള ഉറപ്പാക്കുക. കാര്യം ഈ ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലായ്പ്പോഴും വളരെ എളുപ്പത്തിലല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ പോസിബിലിറ്റി. മാക്സിമം ഈ ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവരവരൊക്കെ അയച്ചിരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. ശരിക്കും പറഞ്ഞാൽ ഞാനത് പറഞ്ഞ് ഞാനിപ്പോൾ കുറേ ആയിട്ട് പറയുന്നുണ്ട്, പക്ഷേ പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണുന്നില്ല. എന്നാലും ഞാൻ പറയുകയാണ്, മാക്സിമം മേക്ക് ഷുവർ യു ഡോണ്ട് ഡു ഇറ്റ്. നിങ്ങളെങ്കിലും ഇത് ചെയ്യില്ല എന്നുള്ള ഉറപ്പാക്കുക. പിന്നെ അതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കറസ്പോണ്ടിങ്ങിൽ റിപ്പോർട്ട് ചെയ്യുക. 1930 അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെയോ പോലീസിനെയോ ഒക്കെ റിപ്പോർട്ട് ചെയ്ത് അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുക. പിന്നത്തേക്ക് വെക്കുക. നിങ്ങൾ അപ്പം തന്നെ പേടിച്ച് അയ്യോ എൻ്റെ പൈസ പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് എന്നിട്ട് കാര്യമില്ല. പോയ പൈസ തിരിച്ച് കിട്ടണമെങ്കിൽ അതിന് അസോസിയേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കണം. മേക്ക് ഷുവർ യു ടേക്ക് ദാറ്റ് ആക്ഷൻസ്. അങ്ങനെയുള്ള ആക്ഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പാക്കുക. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ്, നിങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണെങ്കിലും, ലെറ്റ് ഇറ്റ് ബി വാട്ട് എവർ ദ റീസൺസ്, എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ആവശ്യമില്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. നിങ്ങളുടെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് ആർക്കും ആവശ്യമില്ല, നിങ്ങൾക്ക് മാത്രമേ ആവശ്യമുള്ളൂ. ഒരാൾക്കും അത് കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ കാർഡ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയാൽ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒരാൾക്കും ആവശ്യമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. അതായത് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഷെയർ ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ പേഴ്സണലായിരിക്കണം. ഇതൊന്നും പബ്ലിക് ആക്കാൻ പാടുള്ള സാധനങ്ങളല്ല. സോ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പ്രൊട്ടക്ഷന് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതെല്ലാം ഒരു എന്താ പറയുക, ഒരു
ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞു. ഇത് ഞാൻ കഴിഞ്ഞ വർഷവും ഒരു വലിയ ജനക്കൂട്ടത്തോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്നിട്ട് വലിയ മാറ്റമൊന്നും കാണാൻ പറ്റിയില്ല. ഇത് ഞാൻ വീണ്ടും പറയാണ്, എഗെയിൻ ഇറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ കയ്യിൽ മാത്രമാണ് നിങ്ങൾ പറ്റിക്കപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾ പറ്റിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളതിന് റെഡിയാണെങ്കിൽ മാത്രമേ നിങ്ങൾ പറ്റിക്കപ്പെടുള്ളൂ. നിങ്ങൾ പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുത്താൽ മാത്രമേ നിങ്ങൾ പറ്റിക്കപ്പെടുള്ളൂ. അല്ലാണ്ട് ഒരാൾക്ക് നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. ഇറ്റ്സ് അപ് ടു യു. മേക്ക് ഷുവർ യു ഹാവ് ദാറ്റ് അവെയർനെസ്. ആ അവെയർനെസ് ആണ് എല്ലാം. അപ്പോൾ എന്തുണ്ടെങ്കിലും 2 വട്ടം ചിന്തിച്ചിട്ട് ചെയ്യാം. ട്രസ്റ്റ് ബട്ട് വെരിഫൈ. ദാറ്റ്സ് ദ തിങ്. ട്രസ്റ്റ് ബട്ട് വെരിഫൈ. ട്രസ്റ്റ് ചെയ്യുന്നതിലല്ല പ്രശ്നം, പക്ഷെ വെരിഫൈ ചെയ്തിട്ട് ട്രസ്റ്റ് ചെയ്യുക. മേക്ക് ഷുവർ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം വളരെ ആലോചിച്ചിട്ട് ഒരു ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷനാണ് എടുക്കുന്നത് എന്നുള്ളത് എപ്പോഴും നിങ്ങൾ 2 വട്ടം നിങ്ങളോട് തന്നെ ചോദിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈ പറ്റിക്കപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. അത്രയുമാണ് എനിക്ക് ശരിക്കും പറയാനുള്ളത്. ഐ ഹോപ്പ് ദിസ് വാസ് ആൻ ഇൻസൈറ്റ്ഫുൾ സെഷൻ. സോ നൗ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഐ വുഡ് ബി ഓപ്പൺ ഫോർ ദാറ്റ്. എന്തെങ്കിലും ചോദ്യങ്ങളുടെ ചോദിക്കാം. ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് തന്നെയുള്ള സംശയങ്ങളാണെങ്കിലും മേ ബി വളരെ സിമ്പിളാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ചോദ്യങ്ങളുണ്ടെങ്കിൽ ഐ വെൽക്കം ദോസ് ക്വസ്റ്റ്യൻസ്. എനിത്തിങ് അറ്റ് ഓൾ ഗൈസ്? എനിവൺ ഹാവ് എനി ക്വസ്റ്റ്യൻസ്? നിങ്ങൾ കൈവയ്ക്കാൻ മതി, മൈക്ക് കൊണ്ടുവരും. ഹലോ, ഒരു ചോദ്യമുണ്ട്. നമ്മളിപ്പോൾ ഗൂഗിൾ പ്ലേ എന്നൊക്കെ ഒരു ആപ്ലിക്കേഷൻ എടുത്തു. അപ്പം നമ്മൾ ആക്സെപ്റ്റ് കൊടുത്ത് പോകാന്ന് പറയാം. നമുക്കൊരു പോസിബിളായ കാര്യമല്ലല്ലോ എല്ലാം വായിച്ചു നോക്കുക എന്ന് പറയുന്നത് അത്ര അധികം ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഒരു വളരെ അത്യാവശ്യമുള്ള ഇപ്പോൾ നമ്മൾ വാട്സപ്പിൻ്റെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 8 പേജോളുണ്ട് ആക്സെപ്റ്റ് കൊടുക്കണം വായിക്കണം. അപ്പം നമുക്കത് ഒരിക്കലും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അതിന് വല്ല എളുപ്പവഴിയുണ്ടോ? അത് ഈ നമ്മളെ ചതിക്കുന്ന ഒരു സൈറ്റാണോ ആപ്ലിക്കേഷനാണോ എന്ന് പെട്ടെന്ന് ക്വിക്കായിട്ട് നോക്കാൻ വല്ല ഇതുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ആ ഒരു കൺവീനിയൻസ് തന്നെയാണ് നമ്മളുടെ പ്രശ്നം. എളുപ്പം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് നോ അതർ വേസ്. പിന്നെ നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നീ പ്ലേ സ്റ്റോറിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചില ആപ്ലിക്കേഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അതിന് താഴെയുള്ള റിവ്യൂസ്, റേറ്റിംഗ്സ് ഒക്കെ നോക്കുക. പിന്നെ വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. കാര്യം ഒരു ബ്രാൻഡാണ്, ഒരു വലിയ കമ്പനിയാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് എ ട്രസ്റ്റ്. നമ്മൾ അവരെ ആ ഒരു ബ്രാൻഡിൻ്റെ പേരിലാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഗൂഗിൾ, ട്വിറ്റർ, ലിങ്ക്ഡിൻ, ഇവരെയൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ആ ബ്രാൻഡ് കൊണ്ടാണ്. അല്ല അത് വലിയൊരു കമ്പനിയാണ്, അവരത് ചെയ്യും എന്നൊരു ഉറപ്പ് കൊണ്ടാണ്. ആ ഒരു ഉറപ്പ് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ നമ്മൾ നമുക്ക് അറിയാത്തൊരു കമ്പനികളോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസോ ആണ് എന്നുണ്ടെങ്കിൽ റിവ്യൂസ്, റേറ്റിംഗ്സ് ഒക്കെ നോക്കിയിട്ട് ചെയ്യാം, വായിച്ച് നോക്കിയിട്ട് ചെയ്യാം. ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ്. നമ്മൾ ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും ഇവരൊക്കെ മിസ്യൂസ് ചെയ്യുക. ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, നമുക്കത് ഇത്രയും വായിച്ച് നോക്കുന്ന ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ചോദിച്ചില്ലേ, അതേ ബുദ്ധിമുട്ടിനെയാണ് ഒരു അറ്റാക്കർ മിസ്യൂസ് ചെയ്യുന്നത്. കാര്യം ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ വായിച്ച് നോക്കില്ല. ദാറ്റ്സ് എ തിങ്. അപ്പോൾ വായിച്ച് നോക്കുക എന്നുള്ള മാത്രമാണ്. കൺവീനിയൻസ് കൂടുന്തോറും സെക്യൂരിറ്റി കുറയും. അതാണ് ഒരു ജനറൽ ആപ്ലിക്കബിൾ റൂൾ. കൺവീനിയൻസ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം സെക്യൂരിറ്റി കുറയും. സെക്യൂരിറ്റി കൂടിക്കഴിഞ്ഞാൽ കൺവീനിയൻസും കുറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ഹാളിലേക്ക് വരുന്ന സമയത്ത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഇപ്പോൾ ഇവിടേക്ക് കയറി വരുന്ന ഒരാളുടെ കയ്യിൽ ബോംബ് ഉണ്ടെന്ന് കരുതിക്കോ. ഓക്കെ, ബോംബ് ഉണ്ടെന്ന് കരുതിക്കോ. അത് മനസ്സിലാക്കാനുള്ള ഒരു വഴി എന്താണ്? അതിൻ്റെ എൻട്രൻസിൽ ഒരു മെറ്റൽ ഡിറ്റക്ടറോ അല്ലെങ്കിൽ ബോംബ് ഡിറ്റക്ടറോ വെക്കുക, എല്ലാവരെയും ഫ്രിസ്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്, റൈറ്റ്? അങ്ങനെ ഒരു സെക്യൂരിറ്റി മെഷർ അവിടെ കൊണ്ടുവച്ചാൽ ഇതിനകത്തേക്ക് കയറുന്ന ഓരോ ആൾക്കാർക്കും കൺവീനിയൻസ് കുറയാണ്. ശരിക്കും കൺവീനിയൻസ് കുറയാണ്. കാര്യം നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും ഒരാൾക്കാരെ ഫ്രിസ്ക് ചെയ്ത് കഴിയാനായിട്ട്. കൺവീനിയൻസ് കുറയും. പക്ഷേ കൺവീനിയൻസ് കുറയുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കൂടും? സെക്യൂരിറ്റി കൂടും. ദ സെയിം എക്സാക്ട് വേ നമ്മളത് കുറയ്ക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സെക്യൂരിറ്റി മെഷർ അവിടെ വെച്ചിട്ടില്ല എന്ന് കരുതുക. അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു ബോംബ് കൊണ്ടുവന്ന് കയറാമല്ലോ. അപ്പോൾ സെക്യൂരിറ്റി കുറയും. അതായത് കൺവീനിയൻസ് കൂടുന്തോറും സെക്യൂരിറ്റി കുറയും എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ ആ എളുപ്പവഴി നോക്കാതിരിക്കുക എന്നുള്ളതാണ് സെക്യൂരിറ്റി കൂട്ടാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്. എളുപ്പവഴി നോക്കുന്നിടത്താണ് അറ്റാക്കർ ഏറ്റവും കൂടുതൽ അതിനെ മിസ്യൂസ് ചെയ്യുക. അപ്പോൾ ബേസിക്കലി എളുപ്പവഴി നോക്കാതിരിക്കുക. പിന്നെ റേറ്റിംഗ്സ്, റിവ്യൂസ് നോക്കാൻ നമുക്ക് അറിയാത്തൊരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ ദാറ്റ്സ് ഇറ്റ്. ഹലോ, ഈ പേഴ്സണൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യരുതെന്ന് പറഞ്ഞതേ, അപ്പം നമ്മുടെ ഇവിടുത്തെ ഏത് ഓഫീസുകളിൽ ചെന്നാലും, ഒരു ആശുപത്രിയുടെ OP വിഭാഗത്തിൽ ചെന്നാലും, ഒരു ബാങ്കിൽ, പ്രത്യേകിച്ചും ബാങ്കിൽ ചെന്നാൽ, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി ഓഫീസിൽ ചെന്നാൽ, നമ്മൾ സംസാരിക്കുമ്പോൾ തൊട്ടങ്ങപ്പുറം ഒരു 15 പേര് ഇരിപ്പുണ്ട്. സാറിൻ്റെ പേരെന്താ? പേര് പറഞ്ഞു. സാറിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എത്ര? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ഇതല്ല സാർ പറഞ്ഞത്. അത് ഈ 15 പേരും കേട്ടുകൊണ്ടിരിക്കുക. സാറിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പം 16,23,400 രൂപ കിടപ്പുണ്ട്. 16 പേര് കേട്ടുകൊണ്ടിരിക്കുക, ഇങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കാര്യം നമ്മളും കേൾക്കുന്നുണ്ട്. അതുപോലെ അവിടെ നമുക്ക് സാറേ ഫോൺ നമ്പർ ഞങ്ങളുടെ ഈ നമ്പറാണേ, ആ നമ്പർ ഏത് കടലാസിൽ എഴുതി തരുമെന്ന് അറിയാമോ? ഒരു മറിയാം എബ്രഹാമിന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ പ്രിന്റ് ഔട്ടിന്റെ മറ്റാ സൈഡിൽ എഴുതി തരുന്നു. ഇത് കേരളത്തിലെ എല്ലാ ഓഫീസുകളിലും നടക്കുന്നത്.
അത് ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ ഞാൻ പറഞ്ഞ പോലെ ഡാറ്റ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഷെയർഡായിട്ട് കണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ബട്ട് നമ്മളുടെ തലവിധി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് നമ്മളുടെ ഇവിടുത്തെ സിസ്റ്റം. നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. മാക്സിമം നമ്മൾ പറ്റുന്നിടത്തോളം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ അതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നത്, കഴിഞ്ഞ വർഷം 2020 മുമ്പത്തെ വർഷം 2023 ഓഗസ്റ്റിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയത്. കോൾഡ് DPDP ആക്ട് എന്ന് പറയും. ഇത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷൻസോ ഡാറ്റാസോ ആരെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ബാങ്കുകളോ അല്ലെങ്കിൽ കമ്പനികളോ ആരെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാൻ പറയാം. അതിനുള്ള ഒരു പ്രിവിലേജ് ഇപ്പോൾ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡാറ്റാസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളുടെ പ്രൈവസി നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്, ഇതേപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ. പക്ഷേ ഈവൻ തോ ഇങ്ങനത്തെ നിയമങ്ങളും ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിലെ ഓഫീസുകളൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. മേ ബി ഐ തിങ്ക് വരും കാലങ്ങളിൽ അത് മാറുമെന്ന് വിശ്വസിക്കുക എന്നല്ലാണ്ട് വേറൊരു വഴി അതിനകത്ത് ശരിക്കും പറഞ്ഞാലില്ല. പറഞ്ഞ ശരിക്കുള്ളൊരു കൺസേൺ, പക്ഷേ നത്തിങ് വി ക്യാൻ ഡു ഓൺ ദാറ്റ് ആസ് ഓഫ് നൗ. എനിവേ മാക്സിമം നമ്മൾ നമ്മുടെ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൂ. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ, ഇപ്പോൾ വാട്സപ്പ് ഒരു ക്രെഡിബിൾ സോഴ്സാണ്, അതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്, അതുകൊണ്ട് ഇത് സ്കാം ചെയ്യുന്നില്ല എന്നൊരു വിശ്വാസമുണ്ട് എന്നുള്ളത്. അപ്പം ഈ കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ്റെ പേരിൽ ഒരു സ്കാം നടത്തുമ്പോഴും ആളുകൾക്ക് അത് പെട്ടെന്ന് അങ്ങനെ ഒരു ആഡ് കാണുമ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കുമല്ലോ, ഒരു ക്രെഡിബിൾ സോഴ്സാണ് എന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റ് മറ്റൊരാൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഒരു സേഫ്റ്റി മെഷേഴ്സ് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റില്ലേ? ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റുകളെല്ലാം .gov.in എന്ന് പറഞ്ഞൊരു ഡൊമൈനിലാണ് എല്ലാം ഹോസ്റ്റ് ചെയ്യുക. ഈ .gov.in എന്ന് പറയുന്ന ഡൊമൈൻ വേറെ ആർക്കും എടുക്കാൻ പറ്റില്ല. .gov.in ഗവൺമെൻറ്റിന് മാത്രം എടുക്കാൻ പറ്റുന്നതാണ്. അത് NIC നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്റർ ആണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത്. അവരാണത് കൊടുക്കുന്നത്. അപ്പോൾ വേറെ ആർക്കും അത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവർ ഈ ഫേസ്ബുക്ക് പേജുകളിൽ കൂടെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ KFCയുടെ പേരിൽ നടന്ന അറ്റാക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സ്കാം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് പേജിൽ കൂടെയാണ് നടന്നത്. ഫേസ്ബുക്ക് പേജിൽ KFCയുടെ ഒരു ഫോട്ടോയും ലോഗോയൊക്കെ ഇട്ടിട്ടൊരു പേജ് തുടങ്ങിയിട്ട് ആ പേജിൽ കൂടെയാണ് ഇവർ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് ഇത്രയും വായ്പ തരാമെന്നുള്ളത്. അപ്പോൾ നമ്മളവിടെ നമ്മളുടെ കോമൺ സെൻസിന് ഉപയോഗിക്കുക എന്നുള്ളൂ. കാര്യം ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഒരിക്കലും ഒരു ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് നിങ്ങൾക്ക് വായ്പ തരാം, നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടാൻ പോകുന്നില്ല. അങ്ങനെ ഒരു നമ്മളുടേതായ ഒരു നോളജിന് ഉപയോഗിക്കുക എന്നുള്ളൂ. ഒരു വെബ്സൈറ്റിൽ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഡൊമൈനിലേക്ക് നോക്കിയാൽ .gov.in ആണ് നിങ്ങൾക്ക് വിശ്വസിക്കാം. കാര്യം .gov.in ഗവൺമെൻറ്റിന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്റർ ആണ് കൊടുക്കുന്നത്. ദാറ്റ് വി ക്യാൻ ട്രസ്റ്റ്. ബാക്കിയുള്ള വെബ്സൈറ്റുകൾ ഏതെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഡോണ്ട് ട്രസ്റ്റ് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അറിയാത്ത ഒരു നമ്പറിൽ നിന്ന് ഒരു വീഡിയോ കോൾ വരികയാണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? അവർ വല്ല ഇത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും വളരെയധികം പ്രശ്നമുള്ളൊരു കാര്യമാണ്. അറിയാത്ത നമ്പേഴ്സാണ് കോൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. അറിയാത്ത നമ്പേഴ്സാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. കോഴിക്കോട് ഒരു ഡീപ് ഫേക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു 40,000 രൂപയുടെ കേസ് ഉണ്ടായിരുന്നു. ഇതേപോലെ ഒരു നമ്പറിൽ നിന്ന് കോൾ എടുത്തിട്ടാണ് അങ്ങനെ ഒരു കേസ് ഉണ്ട്. അപ്പോൾ അറിയാത്ത നമ്പറുകളാണെങ്കിൽ ജസ്റ്റ് ഹാങ് അപ്പ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. നമ്മൾ ഇഗ്നോറൻസ് ഈസ് എ ബ്ലെസ് എന്ന് പറയാറില്ലേ? ഇഗ്നോറൻസ് ഈസ് എ ബ്ലെസ് എന്ന് പറയുന്നത് തന്നെയാണ്. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ദാറ്റ്സ് എ ബെറ്റർ വേ. ആഗ്രഹങ്ങളെ നമുക്ക് ഇതാക്കാവുന്ന സാറ് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ATM നമ്മൾ ഡിജിറ്റ്സ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളല്ലോ, 4 ഡിജിറ്റ്സ്. അതപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അതിൽ എനിക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ, ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യും. അതായത് നമ്മുടെ പാസ്വേഡ് എന്ന് പറയുന്ന 4 ഡിജിറ്റ്സ് ആണല്ലോ, ATM പിൻ. അതെ അല്ലേ? ATM. അപ്പോൾ അതിന് ഒരു സേഫ്റ്റി വരുത്താൻ വേണ്ടി ഏത് തരത്തിൽ നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റും? അല്ല, ആസ് ഓഫ് നൗ അതിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാര്യം ഇവിടെ 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മളുടെ കാർഡ് കൈ വേണം, 2 ആ പിൻ അറിയണം. രണ്ടും കൂടെ വേണമല്ലോ. അതാണ് അതിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. കാർഡ് കയ്യിലുണ്ടെങ്കിൽ ആ പിന്നുകൊണ്ട് ഉപകാരമുള്ളൂ. പിന്നെ അതിൻ്റെ അഡീഷണൽ സെക്യൂരിറ്റീസ് അല്ല ഈ പറയുന്നത് പോലെ ഉണ്ട്. ബാങ്കിങ് സിസ്റ്റത്തിൽ അത്യാവശ്യം നല്ല സെക്യൂർഡ് തന്നെയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഗവൺമെൻറ് ഐ തിങ്ക് ആധാർ ഇനേബിൾഡ് ATMs കൊണ്ടുവരുന്നത് ഈ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ടുള്ള അത് 2-3 ഉണ്ട്. ഇപ്പോൾ കുറച്ച് കൊച്ചിയിലൊക്കെ ഞാൻ 2-3 ഈ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ള അഡീഷണൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ആസ് ഓഫ് നോ ഇറ്റ്സ് ദെയർ. ബട്ട് അത് കുറച്ചുകൂടെ ഡെവലപ്പ് ആവും. ഐ തിങ്ക് നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് നമ്മളായിട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒരു ദിവസം കാലത്ത് എണീറ്റപ്പോഴേ എനിക്ക് വാട്സപ്പിൽ ഒരു ഫോട്ടോ വന്നു. എൻ്റെ ഫോട്ടോ തന്നെയാണ്. അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഞാനൊരു പിമ്പാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ അവരുടെ വോയിസ് ക്ലിപ്പ് ഇങ്ങനെയാണ്: നിങ്ങളുടെ പരിചയത്തിലുള്ള ഇന്നൊരാൾ ഒരു ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോണ് അവരെ കൊണ്ട് അടപ്പിക്കുകയോ നിങ്ങൾ അടയ്ക്കുകയോ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ പിമ്പാണെന്നുള്ള എൻ്റെ ഈ പോസ്റ്റർ അവർ പ്രചരിപ്പിക്കും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ പോലീസുകാരൻ എന്നോട് പറഞ്ഞു കാശൊന്നും പോയില്ലല്ലോ, പിന്നെ നമ്മൾ ഇതിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
മാനം അവരുടെ പ്രശ്നമല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാനിത് വീണ്ടും അവരോട് ചോദിച്ചു എത്ര കാശാണ് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവരോട് നീരവ് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പാണ് അവരുടെ. അപ്പോൾ ഞാനത് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുത്തു. സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ഓണേഴ്സിൻ്റെ ഡീറ്റെയിൽ അവരുടെ കമ്പനി പ്രൊഫൈലൊക്കെ കിട്ടി. അപ്പോൾ ഞാനൊരു ട്വീറ്റ് ചെയ്തു, എനിക്കൊരു പുതിയ ജോലി കിട്ടി നീരവ് ആപ്പ് വഴിക്ക്, ഞാൻ ഈ കമ്പനിയുടെ പിമ്പാണ് ഒഫീഷ്യൽ. അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ഈ കമ്പനിയുടെ CEO അടക്കമുള്ള ആരെ വേണമെങ്കിലും പിമ്പ് ചെയ്യണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, എൻ്റെ സർവീസ് ചാർജ് തന്നാൽ മതി എന്ന്. അപ്പോൾ അവർ വാട്സപ്പിൽ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സാറേ എങ്ങനെയെങ്കിലും അതൊന്ന് ഡിലീറ്റ് ചെയ്ത് തരണം, ഊരി തരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ആ പരിപാടി. എനിക്ക് തോന്നുന്നു ലേഡിയുടെ ലോൺ വരെ അവർ പിന്നെ ശല്യപ്പെടുത്തിയില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം നമ്മൾ ഇത്തരത്തിൽ പോലീസിനെയോ സിസ്റ്റത്തിനെയോ നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് 103 നമുക്ക് ബിലീവ് ചെയ്യാവുന്നൊരു സിസ്റ്റം ആണോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. തീർച്ചയായിട്ടും ഐ അപ്രീഷിയേറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് റെസ്പോൺസ്. അത് നല്ലൊരു കാര്യമാണ്. എനിവേ എന്താ പറയുക, അൻ ഐ ഫോർ അൻ ഐ എന്ന് പറയില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ എനിവേ ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. ബട്ട് 1930 നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളെ, അദ്ദേഹത്തിൻ്റെ 40,000 രൂപയോളം പോയപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ കൂടെ നിന്നിട്ടാണ് അദ്ദേഹം 1930 വിളിച്ചതും കംപ്ലയിൻറ്റ് റേസ് ചെയ്തതൊക്കെ. പിന്നെ അതൊരു കേസ്. രണ്ടാമത്തെ കേസ്, എനിക്കൊരു കമ്പനി ഉണ്ട്, ഹാവ് എ ടീഷർട്ട് ബ്രാൻഡ്, ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ക്ലോത്തിങ് ബ്രാൻഡിൽ ഞങ്ങളുടെ ഒരു വെൻഡർ ഞങ്ങളെ ഇതുപോലെ നമ്മൾ പൈസ കൊടുത്തു, അവർ സർവീസ് ഡെലിവറി ചെയ്തില്ല. അപ്പോൾ ഒരു സ്കാം എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ അവർ സർവീസ് ഡെലിവറി ആയപ്പോൾ ഞാൻ സൈബർ ക്രൈം പോർട്ടലിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. തൊട്ട് അന്നത്തെ ദിവസം വൈകുന്നേരം തന്നെ നമ്മുടെ വെൻഡറിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ആവുകയോ എൻ്റെ പൈസ തിരിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ആണ്. അത് വെച്ചിട്ട് എനിക്ക് ഉറപ്പോടെ കൂടി പറയാൻ പറ്റും 1930 ഇസ് എ ട്രസ്റ്റബിൾ സോഴ്സ്. നിങ്ങൾക്ക് അതിൽ വിളിച്ച് പറഞ്ഞാൽ ദർ വിൽ ബി ആക്ഷൻ. പിന്നെ മോസ്റ്റ്ലി സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മോസ്റ്റ് ഓഫ് ദ സർവീസസും അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ആളും കൂടിയാണ്, എനിക്ക് 2 കമ്പനികളുണ്ട്. അതും പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസും എല്ലാം വെച്ചിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റംസ് നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനകത്ത് ആക്ഷൻസ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ എപ്പോഴൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് അഗെയിൻസ്റ്റ് ആക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഐ സേ 1930 is believable. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സൈബർ ക്രൈം റിലേറ്റഡ് ആണെങ്കിൽ 1930 വിളിക്കുക. ഐ എം ഷുവർ there will be action. So by saying that I am winding up here. So I hope ഇതൊരു ഇൻസൈറ്റ്ഫുൾ സെഷൻ ആണ് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കുറേ അറിവ് അതിൽ നിന്ന് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. Thank you for all.